BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. എംബസിയുടെ പേരിൽ നടക്കുന്ന വ്യാജ ഫോൺ കോളുകൾക്കെതിരെ ജാഗ്രതാ മുന്നറിയിപ്പുമായി ബഹ്റൈൻ ഇന്ത്യൻ എംബസിയുടെ 24/7 ഹെൽപ്പ് ലൈൻ നമ്പറായ 39418071 നിന്നും എംബസിയിൽ നിന്നാണെന്ന് പറഞ്ഞ് ഫോൺ വിളിച്ച് വ്യക്തിവിവരങ്ങളും പണവും ആവശ്യപ്പെടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ നമ്പറിൽ നിന്ന് എംബസി ഉദ്യോഗസ്ഥർ ഇന്ത്യൻ പൗരന്മാരെയോ മറ്റ് രാജ്യക്കാരെയോ വിളിക്കില്ലെന്നും എംബസി വ്യക്തമാക്കി. ഈ ഹെൽപ്പ് ലൈൻ നമ്പർ ഇന്ത്യൻ പൗരന്മാരുടെ പരാതികൾ സ്വീകരിക്കാൻ മാത്രമുള്ളതാണ്. പാസ്പോർട്ട് നമ്പർ, CPR നമ്പർ, വിസ വിശദാംശങ്ങൾ ഒന്നും ഇങ്ങനെ വിളിക്കുന്നവരുമായി പങ്കിടരുതെന്നും എംബസി നിർദ്ദേശിച്ചു. ബഹ്റൈനിലെ ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റിയിൽ നവരാത്രി മഹോത്സവവും വിദ്യാരംഭവും സംഘടിപ്പിക്കുന്നു. ഈ വർഷത്തെ നവരാത്രി ആഘോഷങ്ങൾ ഒക്ടോബർ 3 ആരംഭിച്ച് ഒക്ടോബർ 13 വിജയദശമി നാളിലെ വിദ്യാരംഭത്തോടെ സമാപിക്കും. വിജയദശമി നാളിൽ രാവിലെ 5:30 മുതൽ വിദ്യാരംഭം ആരംഭിക്കും. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ B. അശോക് കുമാർ IAS കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകരും. വിദ്യാരംഭത്തിന്റെ രജിസ്ട്രേഷന് വേണ്ടി 37134323 എന്ന നമ്പറിലോ 37259762 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. BFC KCA ദ ഇന്ത്യൻ ടാലൻസ് ഗൺ 2024 ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. KCA പ്രസിഡന്റ് ജെയിംസ് ജോൺ ആണ് ഉദ്ഘാടനം നിർവഹിച്ചത്. പോലുള്ള പ്ലാറ്റ്ഫോമുകൾ പ്രയോജനപ്പെടുത്താനും കഴിയുന്നത്ര പരിപാടികളിൽ പങ്കെടുക്കാനും പ്രസിഡന്റ് എല്ലാ കുട്ടികളോടും അഭ്യർത്ഥിച്ചു. KCA ജനറൽ സെക്രട്ടറി വിനു ക്രിസ്റ്റി സ്വാഗതം പറഞ്ഞു. WMC ഗ്ലോബൽ അസോസിയേറ്റ് ട്രഷറർ ബാബു തങ്ങളത്തിൽ, ഇന്ത്യൻ ടാലൻസ് ഗൺ ചെയർമാൻ വർഗീസ് ജോസഫ്, KCA വൈസ് പ്രസിഡന്റും ടാലൻസ് ഗൺ എക്സ് ഒഫീഷ്യോയുമായ ലിയോ ജോസഫ്, വൈസ് ചെയർമാൻ, മറ്റ് KCA ഭാരവാഹികളും KCA അംഗങ്ങളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. മത്സരങ്ങളുടെ രജിസ്ട്രേഷൻ ആരംഭിച്ചു എന്നും രജിസ്ട്രേഷന്റെ അവസാന തീയതി 2024 ഒക്ടോബർ 10 ആണെന്നും ഒരു മത്സരാർത്ഥിക്ക് 10 വ്യക്തിഗത ഇനങ്ങളിലും എല്ലാ ഗ്രൂപ്പ് ഇവന്റുകളിലും പങ്കെടുക്കാമെന്നും സംഘാടകർ അറിയിച്ചു. വിജയികൾക്ക് നിരവധി അവാർഡുകളും ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും നൽകും. 2024 ഒക്ടോബർ, നവംബർ മാസങ്ങളിലാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുക. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം MP അബൂബക്കർ മുസ്ലിയാരുടെ ആത്മകഥ വിശ്വാസപൂർവ്വത്തിന്റെ ബഹ്റൈൻ പതിപ്പ് പുറത്തിറങ്ങി. ലോകപ്രശസ്ത പണ്ഡിതനും UAE പ്രസിഡന്റിന്റെ മതകാര്യ ഉപദേഷ്ടാവുമായ സയ്യിദ് അലിയുൽ ഹാഷ്മിയാണ് പതിപ്പിന്റെ പ്രകാശനം നിർവഹിച്ചത്. ബഹ്റൈനിലെ സീനിയർ ജേർണലിസ്റ്റും ഗൾഫ് ഡെയിലി ന്യൂസ് മുൻ എഡിറ്ററുമായ സോമൻ ബേബി പ്രഥമ കോപ്പി സ്വീകരിച്ചു. സൽബാബാദ് ഗൾഫ് ഫെയർ ക്ലബിൽ നടന്ന അന്താരാഷ്ട്ര മീലാദ് സമ്മേളനത്തിലാണ് പ്രകാശനം നടന്നത്. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പ്രഭാഷണം നടത്തി. ബഹ്റൈൻ പാർലമെന്റ് അംഗം ഹസൻ ഈദ് ബുക്കമാസ്, ബഹ്റൈൻ ശരിയ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡോക്ടർ ഷൈഖ് ഇബ്രാഹിം റഷീദ് മരീക്കി, ശരിയ കോടതി ജഡ്ജ് ഷെയ്ഖ് അഹമ്മദ് സാമിൻ അൽ ദോസരി, NG ഷെയ്ഖ് സമീർ ഫായിസ്, KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KP ശ്രീകുമാർ, ലോക കേരള സഭാംഗം സുബൈർ കണ്ണൂർ, ബഹ്റൈൻ മീഡിയ സിറ്റി ചെയർമാൻ ഫ്രാൻസിസ് കൈതാരത്ത്, ഓവർസീസ് കൾച്ചറൽ കോൺഗ്രസ് ഗ്ലോബൽ സെക്രട്ടറി രാജു കലമ്പുറം, ICF നാഷണൽ നേതാക്കൾ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. ക്രിട്ടിക് സ്റ്റാർ ബഹ്റൈൻ സീനിയേഴ്സ് ക്രിക്കറ്റ് ടീമിന്റെ ജേഴ്സി പ്രകാശനം ചെയ്തു. മൈക്രോൺ ട്രേഡിംഗ് ഉടമ ബിപിൻ സ്പോൺസർ ചെയ്ത ജേഴ്സി സിഞ്ച് ഓവൽ ഹോം ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ സജുവിന് ടീമംഗം ദീപുവിന്റെ മകൻ നഥാനിയേൽ കൈമാറി. എല്ലാ വെള്ളിയാഴ്ചകളിലും മത്സരങ്ങൾ നടത്താറുണ്ടെന്നും വിവിധ ടൂർണമെന്റുകൾ ഹോം ഗ്രൗണ്ടിൽ നടത്തുമെന്നും ടീം കോർഡിനേറ്ററും വൈസ് ക്യാപ്റ്റനുമായ ഫൈസൽ അറിയിച്ചു. പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ ബഹ്റൈൻ ചാപ്റ്റർ ഒരുക്കുന്ന ഓണോത്സവം 2024 ഓൺലൈനിലൂടെ നടത്തിയ വിവിധ മത്സരങ്ങളിലെ വിജയികളെ പ്രഖ്യാപിച്ചു. വിജയികൾക്കുള്ള സമ്മാനങ്ങൾ സെപ്റ്റംബർ 27 സല്ലാഖ് ബീച്ച് ബേ റിസോർട്ടിൽ വെച്ച് നടക്കുന്ന ഓണോത്സവം 2024 ചടങ്ങിൽ വെച്ച് പ്രശസ്ത സിനിമാ താരം ജയ മേനോൻ നൽകുന്നതാണ്. പ്രഖ്യാപന ചടങ്ങിൽ PCWF ബഹ്റൈൻ പ്രസിഡന്റ് മുഹമ്മദ് മാറഞ്ചേരി, വനിതാ വിഭാഗം സെക്രട്ടറി ജസ്നി സെയ്ദ്, പ്രോഗ്രാം ചെയർമാൻ ഷിഹാബ് വെളിയങ്കോട്, കൺവീനർ ഹസൻ VM മുഹമ്മദ്, കോർഡിനേറ്റർ സദാനന്ദൻ കണ്ണത്ത, ഫിറോസ് വെളിയങ്കോട് എന്നിവർ പങ്കെടുത്തു. ഇന്ത്യ ഉൾപ്പെടെ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളായ ഇന്തോനേഷ്യ, മ്യാൻമാർ, ഭൂട്ടാൻ, മാലിദ്വീപ്, ബംഗ്ലാദേശ്, ശ്രീലങ്ക തുടങ്ങി 11 രാജ്യങ്ങളിൽ പ്രധാന മരണകാരണങ്ങളിൽ ഒന്ന് ജീവിതശൈലി രോഗങ്ങളും അമിതഭാരവുമാണെന്ന് WHO ഇവയുടെ കണക്ക് ദിനംപ്രതി കൂടുകയാണെന്നും WHO ചൂണ്ടിക്കാട്ടി. ഇതോടൊപ്പം തന്നെ ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സർക്കാർ പുതിയ ആരോഗ്യ നയങ്ങൾ രൂപീകരിക്കണമെന്നും WHO അഭിപ്രായപ്പെട്ടു. കുട്ടികളിലും മുതിർന്നവരിലും ആരോഗ്യകരമായ ഭക്ഷണശീലം, വ്യായാമം എന്നിവ പ്രോത്സാഹിപ്പിക്കണമെന്നും അനാരോഗ്യകരമായ ഭക്ഷണങ്ങൾക്ക് നികുതിയും നിരോധനവും ഒക്കെ ഏർപ്പെടുത്തണമെന്നും WHO നിർദ്ദേശിച്ചു.
സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹാരത്തിന് ഫെഫ്ക സംഘടന പരാതി നൽകാൻ ടോൾ ഫ്രീ നമ്പർ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. 859059994946 എന്ന നമ്പറിൽ പരാതികൾ അറിയിക്കാം. ഇന്നലെ വൈകിട്ട് 4 മണിയോടെയാണ് നമ്പർ ആക്റ്റീവായത്. ടോൾ ഫ്രീ നമ്പറിൽ SMS ആയും വാട്സാപ്പായും പരാതികൾ നൽകാം. ഷൂട്ടിംഗ്, പോസ്റ്റ് പ്രൊഡക്ഷൻ രംഗത്തെ പ്രശ്നങ്ങൾ പരിഹാരം കാണുമെന്നും ഫെഫ്ക ഭാരവാഹികൾ അറിയിച്ചു. സ്ത്രീകൾ മാത്രമാകും പരാതി പരിഹാര സെൽ കൈകാര്യം ചെയ്യുന്നത്. പരാതികൾ സ്വീകരിക്കുന്നതും പ്രാഥമിക വിലയിരുത്തൽ നടത്തുന്നതും സ്ത്രീകളായിരിക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ സിനിമാ മേഖലയിൽ ഉയരുന്ന ലൈംഗിക അതിക്രമ ആരോപണങ്ങൾക്കിടെയാണ് ഫെഫ്കയുടെ ഇടപെടൽ. ഉത്തര കന്നഡയിലെ ശിരൂരിൽ ഗംഗാവലി പുഴയിൽ നടത്തിയ തിരച്ചിലിൽ കോഴിക്കോട് സ്വദേശി അർജുൻ ഓടിച്ച ലോറി കണ്ടെത്തി. ലോറിയുടെ ക്യാബിനുള്ളിൽ മൃതദേഹമുണ്ട്. കാണാതായ 71-ാം നാളാണ് അർജുന്റെ ലോറി കണ്ടെത്തിയത്. ലോറി അർജുൻ ഓടിച്ചിരുന്നതാണെന്ന് ഉടമ മനാഫ് സ്ഥിരീകരിച്ചു. മൃതദേഹം ആരുടേതാണെന്നും സ്ഥിരീകരിച്ചിട്ടില്ല. ഇതിനായി DNA പരിശോധന നടത്തേണ്ടി വരും. നേരത്തെ അർജുന്റെ സഹോദരനിൽ നിന്ന് DNA സാമ്പിൾ ശേഖരിച്ചിരുന്നു. ലോറി കരയിലേക്ക് അടുപ്പിക്കാനുള്ള ശ്രമവും തുടരുകയാണ്. തുടർച്ചയായി നടന്നുവന്ന തിരച്ചിലിന്റെ 3-ാം ഘട്ടത്തിലാണ് ലോറി കണ്ടെത്തിയത്. ഗോവയിൽ നിന്ന് ഡ്രെഡ്ജർ എത്തിച്ച് നടത്തിയ തിരച്ചിലിൽ മണ്ണ് മാറ്റിയാണ് ലോറിയുടെ ക്യാബിൻ ഉൾപ്പെട്ട ഭാഗം കണ്ടെത്തിയത്. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലൻ അടയാളപ്പെടുത്തിയ മേഖലയിലാണ് ബുധനാഴ്ച തിരച്ചിൽ നടത്തിയത്. ഐബോർഡ് പരിശോധനയിൽ GPS സംവിധാനം ഉപയോഗിച്ച് തിട്ടപ്പെടുത്തിയ ഭാഗമാണിത്. മുങ്ങൽ വിദഗ്ധർ പുഴയിലിറങ്ങി ക്രെയിനിൽ ബന്ധിപ്പിച്ച ലോറി മുകളിലേക്ക് ഉയർത്തുകയായിരുന്നു. നേരത്തെ മുങ്ങൽ വിദഗ്ധരും നേവിയും ഉൾപ്പെടെ തിരച്ചിലിലെത്തിയിരുന്നെങ്കിലും ലോറി കണ്ടെത്താൻ സാധിച്ചില്ല. ലോറി കണ്ടെത്തിയതോടെ എല്ലാവർക്കുമുള്ള ഉത്തരം ഇതോടെ ലഭിച്ചെന്ന് അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ പറഞ്ഞു. അർജുന് വേണ്ടിയുള്ള തിരച്ചിലിൽ തുടങ്ങിയത് മുതൽ ജിതിൻ ശിരൂരിലുണ്ട്. അർജുൻ തിരിച്ചു വരില്ലെന്ന് ഉറപ്പായിരുന്നു. എന്നാൽ എന്തെങ്കിലും അവശേഷിപ്പ് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു പ്രധാനമെന്നും ജിതിൻ പറഞ്ഞു. ഇക്കഴിഞ്ഞ ജൂലൈ 16-നാണ് അർജുനെ കാണാതായത്. ബലഗാവിയിലെ ഡിപ്പോയിൽ നിന്ന് അക്വേഷ്യ മരത്തടി കയറ്റി എടവണ്ണയിലേക്കുള്ള മടക്കയാത്രയ്ക്കിടെയാണ് അർജുൻ അപകടത്തിലാകുന്നത്. ശിരൂരിലെ മണ്ണിടിച്ചിലിൽ സമയത്ത് അർജുൻ അവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ തുടക്കത്തിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല. എന്നാൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്തെത്തിയപ്പോൾ അർജുൻ വിളിച്ച ഫോൺ കോൾ ഉൾപ്പെടെ പിന്നീട് ഇതിനുള്ള സാധ്യത തെളിയിക്കുകയായിരുന്നു. തുടക്കത്തിൽ ദേശീയപാതയോട് ചേർന്ന ഭാഗങ്ങളിൽ നടത്തിയ തിരച്ചിലിൽ ലോറി കണ്ടെത്താനാകാതെ വന്നതോടെയാണ് ഗംഗാവലി നദി കേന്ദ്രീകരിച്ച ദൗത്യം തുടർന്നത്. മുകേഷ് ജയസൂര്യ അടക്കമുള്ള നടന്മാർക്കെതിരെ പീഡനാരോപണം ഉന്നയിച്ച നടി പോക്സോ കേസിൽ ജാമ്യം തേടി ഹൈക്കോടതിയിൽ താൻ നിരപരാധിയാണെന്നും അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടെന്നും മുൻകൂർ ജാമ്യാപേക്ഷ തീർപ്പാക്കുന്നതുവരെ അറസ്റ്റ് ചെയ്യരുതെന്നും നിർദ്ദേശം നൽകണമെന്നും നടി ആവശ്യപ്പെട്ടു. ലൈംഗിക ചൂഷണം ആരോപിച്ച ബന്ധുവായ യുവതി നൽകിയ പരാതിയിലാണ് പോക്സോ കേസ്. യുവതി താമസിക്കുന്ന സ്ഥലത്തെത്തി മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് മൂവാറ്റുപുഴ പോലീസ് പോക്സോ വകുപ്പുകൾ ചുമത്തി കേസെടുത്തത്. പ്രായപൂർത്തിയാകും മുൻപ് ചെന്നൈയിലേക്ക് വിളിച്ചുവരുത്തി നിരവധി പേർ നടി തന്നെ കാഴ്ചവെച്ചുവെന്നും ലൈംഗിക അതിക്രമം നടന്നെന്നുമാണ് യുവതിയുടെ പരാതി. 2014-നാണ് കേസിനാസ്പദമായ സംഭവം. യുവനടിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ നടൻ സിദ്ദിഖ് സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയതോടെയാണ് നടൻ സുപ്രീം കോടതിയെ സമീപിച്ചത്. വെള്ളിയാഴ്ച ഹർജി പരിഗണിച്ചേക്കും. മകൻ ഷെഹിൻ അടക്കമുള്ളവർ മുതിർന്ന അഭിഭാഷകൻ B. രാമൻപിള്ളയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതേസമയം സിദ്ദീഖിനെതിരെ അതിജീവിതയും സംസ്ഥാന സർക്കാരും സുപ്രീം കോടതിയിൽ തടസ്സവാദ ഹർജി നൽകിയിട്ടുണ്ട്. തങ്ങളുടെ വാദം കേൾക്കാത്ത തീരുമാനമെടുക്കരുതെന്നാണ് ഇരുകൂട്ടരും സമർപ്പിച്ച ഹർജിയിൽ പറയുന്നത്. സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വ്യാപക തെരച്ചിൽ നടത്തുന്നുണ്ടെങ്കിലും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. കോടതി വിധിക്ക് പിന്നാലെയാണ് ഫോൺ ഓഫ് ചെയ്ത് നടൻ ഒളിവിൽ പോയത്. വിമാനമാർഗം രക്ഷപ്പെടാനുള്ള സാധ്യത മുന്നിൽ കണ്ട വിമാനത്താവളങ്ങളിൽ ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കി. പ്രത്യേക അന്വേഷണ സംഘത്തിന് പുറമെ കൊച്ചി സിറ്റി പോലീസും എറണാകുളം റൂറൽ പോലീസും സ്പെഷ്യൽ ബ്രാഞ്ചും സിദ്ദിഖിനെ കണ്ടെത്താൻ അന്വേഷണം നടത്തുന്നതായാണ് വിവരം. കൊട്ടമശ്ശേരിയിലെ വീടിന് മുന്നിൽ പോലീസ് എത്തി വിവരം ശേഖരിച്ചിരുന്നു. യുവനടിയുടെ പരാതിയിൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് സിദ്ദിഖിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി കേസെടുത്തത്. 2016-ലാണ് കേസിനാസ്പദമായ സംഭവം. സിനിമയുടെ പ്രിവ്യൂ ഷോയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിലെ മുറിയിലേക്ക് വിളിച്ചു വരുത്തി പൂട്ടിയിട്ട് ബലാത്സംഗം ചെയ്തെന്നാണ് കേസ്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.